നമസ്കാരം. ടു ഫാർമർ ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിജോ. ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് വീട്ടിൽ നട്ടുപിടിപ്പിക്കാനും അതേപോലെ തന്നെ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാനും പറ്റുന്ന 4 വെറൈറ്റി പ്ലാവ് തൈകളെ കുറിച്ചാണ്. 4 വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതല്ല. ഏതൊക്കെ വെറൈറ്റികളാണ്, എങ്ങനെയൊക്കെ കൃഷി ചെയ്താൽ, എങ്ങനെ വിളവെടുത്താൽ നമുക്ക് ലാഭകരമാക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. ആദ്യമേ തന്നെ കാണിക്കുന്നത് ഇതൊരു ഹൈബ്രിഡ് തൈയാണ്. വിയറ്റ്നാം സൂപ്പർ ഏർലി ഇനത്തിൽപ്പെട്ട ഒരു തൈയായിരുന്നേ. ഇത് 1.5 വർഷമായപ്പോൾ തന്നെ കായ്ക്കാനായിട്ട് തുടങ്ങി. ഇതിൽ ഉണ്ടായിരിക്കുന്ന കുറച്ച് ചക്കകൾ മാത്രമേ നമ്മൾ നിർത്തിയിട്ടുള്ളൂ. ബാക്കി ഉണ്ടായിരുന്ന ചക്കകളെല്ലാം നമ്മൾ ഇടിച്ചക്ക പരുവത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു, മുകളിലോട്ടുള്ള ചക്കകളെല്ലാം. അപ്പോൾ ഇതിനകത്ത് വലിപ്പം ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിനകത്ത് ആയിരിക്കുന്ന ഏറ്റവും വലിയ ചക്ക. ഈ ഒരു ചക്ക ഏകദേശം ഒരു 4 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ, കൂടിപ്പോയാൽ 5 കിലോ കാണും. അപ്പോൾ നമുക്ക് വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഇനം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഇടിച്ചക്ക പരുവത്തിലൊക്കെ ചക്ക കൊടുത്ത് കാശാക്കുകയാണെന്നുണ്ടെങ്കിൽ നടാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് സൂപ്പർ ഏർലി എന്ന് പറയുന്നത്. കാരണം 1.5 വർഷം ആകുമ്പോൾ തന്നെ നമുക്ക് ഇടിച്ചക്ക പരുവത്തിൽ ചക്ക നമുക്ക് എടുത്ത് കൊടുക്കാനായിട്ട് പറ്റും, വിൽക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഒരുപാട് എണ്ണം ചക്കകളായിരിക്കും ഇതിനകത്ത് ഉണ്ടാകുന്നത്. നമുക്ക് ഇനിയൊരു ചക്ക ഒരു വലിയ ചക്കയാക്കിയിട്ട്, അതായത് തൂക്കം കൂടുതൽ കിട്ടുന്ന ഒരു വെറൈറ്റി, തൂക്കം കൂടുതൽ കിട്ടുന്ന ഒരു ചക്കയാക്കിയിട്ട് വിൽക്കാനാണ്, ചക്ക പഴമാക്കിയിട്ടൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ഏർലി പറ്റിയ ഒരു ഇനം അല്ല. കാരണം ഇതിലുണ്ടാകുന്ന ചക്കയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 11 കിലോ 12 കിലോ. അല്ലെന്നുണ്ടെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു ചക്കയുടെ വെയിറ്റ് എന്ന് പറഞ്ഞൊരു 15 കിലോയോളമുള്ള ചക്കയായിരിക്കും ഈ ഒരു വെറൈറ്റിക്കകത്ത് നിന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് വീട്ടിലേക്ക് വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്തോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ നമുക്ക് 1, 2, 3 മൂട് സൂപ്പർ ഏർലി നമുക്ക് നട്ട് പിടിപ്പിക്കാവുന്നതാണ്. കാരണം ചക്കപ്പഴം നല്ല ടേസ്റ്റുള്ള ചക്കപ്പഴമാണ് കിട്ടുന്നത്, വരിക്ക ചക്കയാണ്. സൂപ്പർ ഏർലി നമുക്ക് അങ്ങനെ നട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. 1.5 വർഷം കൊണ്ട് തന്നെ കായ്ക്കും. ആദ്യത്തെ വർഷങ്ങളിലെ ചക്ക നമ്മൾ നിർത്താതിരുന്നു കഴിഞ്ഞാൽ പ്ലാവ് നല്ല കരുത്ത് ആർജിക്കുകയും കുറച്ച് വർഷം കഴിയും തോറും ചക്കയുടെ വലിപ്പം കൂടുതലായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അപൂർവം കേസുകളിലൊക്കെ, വളരെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഓവറായിട്ട് വലിപ്പമുള്ള ചക്ക സൂപ്പർ ഏർലിക്കകത്ത് കണ്ടുവരുന്നുണ്ട്. എന്നാലും ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കൃഷി ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ ഏർലി ലാഭകരമാക്കി എടുക്കാനായിട്ട് പറ്റും. കാരണം ആദ്യത്തെ വർഷങ്ങളിൽ തന്നെ നമ്മൾ നടുന്ന നമുക്കുണ്ടായിരിക്കുന്ന ചിലവ് ആദ്യത്തെ 1.5-2 വർഷം കൊണ്ട് തന്നെ നമുക്കത് തിരിച്ച് കിട്ടും. 3 വർഷത്തിനുള്ളിൽ നമ്മുടെ മുടക്ക് മുതൽ നമുക്ക് തിരിച്ച് തരാനായിട്ട് സൂപ്പർ ഏർലിക്ക് സാധിക്കും. അപ്പോൾ ഇനി അടുത്ത ഒരു വെറൈറ്റി കാണിച്ചു തരാം. അപ്പോൾ ഇത് ചെറിയ ചക്കയാണ്. ഈ വലിയ ചക്ക ഉണ്ടാകുന്ന ഒരു വെറൈറ്റി നെക്സ്റ്റ് കാണിച്ചു തരാം. പ്ലാവ് കൃഷിയിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് J33 എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാവ് കായ്ക്കാനായിട്ട് 2.5 വർഷം സമയമെടുക്കും. എന്നാലും ഇതിലുണ്ടാകുന്ന ചക്കയുടെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം ഒരു 20 കിലോയ്ക്ക് മുകളിൽ വലിപ്പമുള്ള ചക്കയായിരിക്കും ഈ ഒരു പ്ലാവിൽ ഉണ്ടാകുന്നത്. അതുമാത്രമല്ല ആദ്യത്തെ ഒരു 2-3 വർഷം, അതായത് 2.5 വർഷം കഴിഞ്ഞ് കായ്ക്കുന്ന ഒരു 1-2 വർഷം ഇതിനകത്ത് ചക്ക ഇടിച്ചക്ക പരുവത്തിൽ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ലൊരു വരുമാനം കിട്ടും. അതുമാത്രമല്ല ഒരു 5 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് പൂർണ്ണ വളർച്ച എത്തുന്ന സമയത്തായിരിക്കും നമുക്ക് നല്ലൊരു ആദായം കിട്ടുന്നത്. അപ്പോൾ നല്ല വലിപ്പമുള്ള ചക്കയായിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു വെറൈറ്റിയാണ് ഈ J33 എന്ന് പറയുന്നത്. ചക്ക പഴമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ ചക്കയാക്കിയിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് J33 എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ നമുക്ക് നട്ട് വളർത്താം. കുറച്ച് കാലതാമസം ഉണ്ടാവും. മറ്റേ സൂപ്പർ ഏർലി പോലെ വളരെ പെട്ടെന്ന് കയറി കായ്ക്കത്തില്ല. എന്നാലും നല്ല ക്വാളിറ്റിയുള്ള ചക്ക, ഇതിൻ്റെ ചക്കച്ചോളക്കൊക്കെ നല്ല ദൃഢതയാണ്. അപ്പോൾ അങ്ങനെ വളർത്താൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് J33 എന്ന് പറയുന്നത്. ഇത് J33യുടെ തൈകളാണ്. J33 പ്ലാവ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. J33യുടെ ഇല വരുന്നത് നല്ല നീളത്തോടു കൂടിയാണ് ഇല വരുന്നത്. നല്ല ഡാർക്ക് കളറായിരിക്കും ഇലയ്ക്ക് വരുന്നത്. മറ്റേ സൂപ്പർ ഏർലിയുടെ ഇലയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്ലേസിങ് ഉണ്ടാവും, ഒരു പോളിഷ് ചെയ്ത രീതിയിലായിരിക്കും സൂപ്പർ ഏർലിയുടെ ഇല വരുന്നത്. ഇതങ്ങനൊന്നുമല്ല, മാറ്റ് ഫിനിഷ്, മാറ്റാണ്. അത്യാവശ്യം നല്ല നീളമുള്ള ഇലകളാണ് J33 ഉള്ളത്. ഇല കണ്ടോ. ഇനി നമുക്ക് വേറൊരു വെറൈറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും ടേസ്റ്റ് കൂടിയ ചക്ക ഉണ്ടാകുന്നത് എവിയാർക്ക് എന്ന് പറയുന്ന ഒരു പ്ലാവിനാണ്. എവിയാർക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്ലാവിലാണ് ലോകത്തിലെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഇല നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, വട്ടത്തിലിരിക്കുന്ന ഇലയാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. ഇത് കായ്ക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. മറ്റുള്ള വെറൈറ്റി പോലെയല്ല. J33 കായ്ക്കാനായിട്ട് 2-2.5 വർഷം കൊണ്ടൊക്കെ J33 കായ്ച്ചു തുടങ്ങും. ഈ ഒരു എവിയാർക്ക് കായ്ക്കാനായിട്ട് 3 വർഷം സമയമെടുക്കും. പക്ഷേ ഏറ്റവും മധുരമുള്ള ഒരു പ്ലാവാണ്. ഈ പറഞ്ഞ 3 വെറൈറ്റിയിലും കുറച്ച് വ്യത്യസ്തമാണ് ഈ കാണിക്കുന്ന ചെറിയ പ്ലാവും തൈ. ഇത് ഡെങ്സൂരിയ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലുണ്ടാകുന്ന ചക്കയുടെ ചുളയ്ക്ക് ഓറഞ്ച് കളർ ആയിരിക്കും ഇതിലുണ്ടാകുന്ന ചക്കച്ചുളയ്ക്ക്.
അപ്പോൾ ഇത് ഈ ഒരു കളർ ഉള്ള വെറൈറ്റികൾ, അതായത് തായ്ലാൻഡ് റെഡ്, അതേപോലെ തന്നെ സിന്ദൂര വരിക്ക എന്നൊക്കെ പറയുന്ന വെറൈറ്റികൾ നമുക്ക് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടവും അതേപോലെ തന്നെ കൂടുതൽ മധുരവും ഉള്ള വെറൈറ്റികളാണ് ഈ ചുമന്ന ചക്കച്ചുള ഉണ്ടാകുന്നത്. ഇത് ഡെങ്സൂരിയാണ്. അപ്പോൾ ഇതിൻ്റെ കൊമേഴ്ഷ്യലായിട്ട് ഇത് കൃഷി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രൂട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ള വെറൈറ്റികളൊക്കെ നമുക്ക് പൗഡറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ചിപ്സിനാക്കിയിട്ടോ എല്ലാ പ്രോഡക്റ്റിനും ബൈ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ചുമന്ന ചുളയുള്ള ചക്കകൾ കൂടുതലും കൃഷി ചെയ്യുന്നത് അതിൻ്റെ ഫ്രൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, ചക്കപ്പഴം എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കയറ്റുമതിക്കൊക്കെ ഒരുപാട് ഡിമാൻഡുള്ള വെറൈറ്റികളാണ് ഈ ചുമന്ന കളറുള്ള ചക്കച്ചുളയുള്ളത്. ഇത് ഓറഞ്ച് കളറാണ്, പേര് ഡെങ്സൂരിയ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ വെറൈറ്റിയുടെ നെയിം. ഇത് കായ്ക്കാനായിട്ട് ഏകദേശം ഒരു 3 വർഷം സമയമെടുക്കും, 2.5-3 വർഷം സമയമെടുക്കും കായ്ക്കാനായിട്ട്. ഇതിൻ്റെ സ്വദേശം വരുന്നത് മലേഷ്യയാണ്. മലേഷ്യ തായ്ലാൻഡിലൊക്കെ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. തായ്ലാൻഡ് റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി വരുന്നുണ്ട്. അത് ഇലയൊക്കെ കുറച്ചും കൂടെ ഡാർക്ക് കളറാണ് വരുന്നത്. ഇതിൻ്റെ ചെറിയ ഇലയാണ്, ഡാർക്ക് കളറിലുള്ള ഇലയാണ്. കായ്ക്കാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു 3 വർഷം 3.5 വർഷമൊക്കെ ചിലപ്പോൾ സമയമെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ പ്ലാവും തൈ നടുന്ന രീതിയെക്കുറിച്ചായിരിക്കും. സൂപ്പർ എർലി അതേപോലെ J33 നടുന്ന രീതിയെക്കുറിച്ചായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ. നമ്മുടെ അടുത്ത വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ കാത്തിരിക്കുക.